ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ടാറ്റ വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു 9 വർഷമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ആദ്യം തന്നെ സീറ്റ് ബെൽറ്റ് ഇടുകയാണ്. ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ വരുന്ന വണ്ടിയാണ്. 84 bhp പവറും 114 Nm ടോർക്കുമാണ് ഈ വണ്ടി ഉത്പാദിപ്പിക്കുന്നത്. കഴിഞ്ഞ 9 വർഷത്തോളമായി ഈ വണ്ടി ഞാൻ ഉപയോഗിക്കുന്നു. ഈ വണ്ടിയുടെ ഏതാണെന്നൊക്കെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ഇത് ടാറ്റയുടെ ടിഗോർ എന്ന മോഡലാണ്. ടിഗോറിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ വണ്ടി 1 ലക്ഷത്തിൽ കൂടുതൽ കിലോമീറ്റർ, അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ 1,15,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഇതുവരെ സർവീസ് ഒന്നും ഞാൻ മിസ്സാക്കിയിട്ടില്ല. കറക്റ്റ് സമയത്ത് സർവീസൊക്കെ ചെയ്ത് ചെറിയ എന്തെങ്കിലും പണി വന്നാലും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ടാറ്റയുടെ സർവീസാണ്. ഞാൻ വണ്ടി എടുത്തപ്പോൾ മുതലേ എല്ലാവരും പറയും ടാറ്റയുടെ സർവീസ് ഭയങ്കര പ്രശ്നമാണ്, സർവീസ് പ്രോപ്പർ അല്ല, വണ്ടി കുഴപ്പമില്ല, പക്ഷെ സർവീസ് പ്രശ്നമാണ്. അങ്ങനെ ആകെ ഒരു നെഗറ്റീവ് സൈഡിൽ നിന്നാണ് ഈ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരും ഫാമിലി മെമ്പേഴ്സും ഒക്കെ എന്നോട് പറഞ്ഞത്. പക്ഷെ തികച്ചും വ്യത്യസ്തമായിരുന്നു എൻ്റെ ഒരു ഒപ്പീനിയനിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഇതുവരെ ഓരോ 15,000 കിലോമീറ്ററാണ് സർവീസ് ചെയ്യാൻ കൊടുക്കാറ്. ഇതുവരെ എനിക്ക് സർവീസിന്റെ പോർഷനിൽ നിന്ന് ഒരു ചെറിയ ഇഷ്യൂ പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഫോക്കസ് മോട്ടോഴ്സ് എന്നൊരു ഫേമിൽ നിന്നാണ് ഇത് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെ എനിക്ക് നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും പറയാനില്ല. നമ്മുടെ വണ്ടിയുടെ പണിയായാലും പ്രോപ്പറായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം അതിൽ ഫോളോ അപ്പ് കംപ്ലൈന്റ്, ഒരു ചെറിയ കംപ്ലൈന്റ് പറഞ്ഞാൽ തിരിച്ച് റെഡിയായി വീട്ടിൽ കൊണ്ട് വന്നാൽ പിന്നെ ഫോളോ അപ്പ് കംപ്ലൈന്റ് ഒന്നും വരാറില്ല. അതോടെ അത് ക്ലീൻ ആക്കിയാണ് സാധാരണ അവർ വണ്ടി എനിക്ക് തരാറ്. അങ്ങനെ ടാറ്റയുടെ വണ്ടി എടുക്കുന്നത് ധൈര്യമായിട്ട് ഇപ്പോൾ എടുക്കാം. സർവീസിന് ഇഷ്യൂസ് ഇല്ല, നല്ല വണ്ടിയാണ്, സർവീസിന് പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അതുപോലെ ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് തരുന്നുണ്ട്. പെട്രോൾ ആണെങ്കിൽ പോലും നമുക്ക് നോർമലി പെട്രോൾ കാറിന് പൊതുവെ മൈലേജ് പഴയ വണ്ടികൾക്ക് കുറവായിരിക്കും, 1.2 വണ്ടിക്ക് കുറവായിരിക്കും. പക്ഷെ ഇതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു സൂക്ഷിച്ച് നമ്മൾ അധികം ആക്സിലേഷൻ ഒന്നും കൊടുക്കാതെ ഓടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഇതിന് കിട്ടുന്നതാണ്. അതല്ല റഫായിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിലും എങ്ങനെ പോയാലും ഒരു 16 മേലോട്ട് നമുക്ക് എങ്ങനെയൊക്കെ ആയാലും ഈ വണ്ടിയിൽ കിട്ടും. നമ്മളിങ്ങനെ ലോങ് ഹൈവേ ഡ്രൈവ് പോകുന്നെങ്കിൽ ഹൈവേയിലെ ലോങ് എറണാകുളമൊക്കെ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഒരു 22-23 വരെ എനിക്ക് മൈലേജ് കിട്ടാറുണ്ട്. അങ്ങനെ മൈലേജിന്റെ പോർഷനിൽ ഈ വണ്ടിക്ക് കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഒരു മെയിൻ ഒരു പ്രശ്നം വരുന്നത് റീസെയിൽ വാല്യൂ ആണ്. എന്തൊക്കെ പറഞ്ഞാലും ടാറ്റയുടെ വണ്ടിക്ക് റീസെയിൽ വാല്യൂ വളരെ കുറവാണ്. ഞാനിപ്പോൾ റീസെന്റ് ആയിട്ട് ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു EVയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷോറൂമിലൊക്കെ അന്വേഷിച്ചു, കൊടുക്കുന്നതിനെ പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്ക് റീസെയിൽ വാല്യൂ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ റീസെയിൽ വാല്യൂ കൂടെ നമ്മൾ ചിന്തിക്കണം. കാരണം എന്തായാലും ഒരാളുടെ വണ്ടി എടുത്താൽ ലൈഫ് ലോങ് ആ വണ്ടി ഉപയോഗിക്കത്തില്ല. ഒരു 5, 6 അല്ലെങ്കിൽ 7 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ വണ്ടി കൊടുത്ത് വേറെ പുതിയ വണ്ടിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. കാരണം പുതിയ മോഡലൊക്കെ വരികയാണ്. അപ്പൊ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് റീസെയിൽ വാല്യൂ ഒരു കൺസെപ്റ്റ് നമ്മൾ ആ രീതി നോക്കണമെന്നുള്ളത് ടാറ്റ വാഹനം എടുത്തു കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് കുറവാണ്. റീസെയിൽ വാല്യൂ വളരെ കുറവാണ്. അതുപോലെ ഈ വണ്ടി അത്യാവശ്യം സേഫ്റ്റി ഉള്ള വണ്ടിയാണ്. നമുക്ക് എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ടാറ്റയുടെ വണ്ടി പൊതുവെ കുറച്ച് ബിൽഡ് ക്വാളിറ്റി വണ്ടിക്ക് ഉണ്ടാവും. അത് ഈ വണ്ടിക്കും ടിഗോറിനും ഉണ്ട്. നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നതെന്നുണ്ടെങ്കിലും വണ്ടി നല്ല റിലയബിൾ ആണ്. ഇതിന്റെ കോമ്പറ്റീറ്റർ വണ്ടിയായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ നമുക്കൊരു സേഫ്റ്റി ഈ വണ്ടിയിൽ ഫീൽ ചെയ്യും. പിന്നെ ഇതിന്റെ ഡ്രൈവിംഗ് പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹൈറ്റിൽ നിന്ന് റൺ ചെയ്യുന്ന ഒരു റൈഡിംഗ് പോസ്റ്റാണ് ഇതിനുള്ളത്. അത് വളരെ നല്ലതാണ്. നമുക്ക് തുടക്കക്കാർക്ക് പോലും വണ്ടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ഇതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് ആണ്. ഇതിന്റെ സ്റ്റിയറിംഗിന്റെ ഒരു ഫീഡ്ബാക്ക് വളരെ നല്ലതാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ സ്മൂത്ത്നെസ് ഈ സ്റ്റിയറിംഗിനുണ്ട്, നല്ല സ്മൂത്ത് ആണ്. പിന്നെ അതുപോലെ ഇതിന്റെ സർവീസ് കോസ്റ്റ് പറയുകയാണെങ്കിലും ഞാൻ ഇതുവരെ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് പാഡ് നോർമലി വരുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. അതല്ലാതെ മാറിയിരിക്കുന്നത് വൺസ് എന്റെ ഗിയറിന്റെ എന്തോ ഒരു ബുഷ് കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു. ഗിയർ വീഴുമ്പോൾ ചെറിയ ജർക്കിങ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു 45,000 കിലോമീറ്ററിലാണ് വന്നത്. അതൊരു 650 രൂപയുടെ എന്തോ ഒരു ബുഷോ എന്തോ ആണ് മാറിയത്. അത് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ മേജർ സർവീസുകളൊന്നും ഇതുവരെ ക്ലച്ച് ഇപ്പം നോർമലി ഇത് ഈ പറഞ്ഞ 1.15 1,15,000 കിലോമീറ്റർ ഓടി. ഇതിന്റെ ക്ലച്ച് പോലും ഇതുവരെ ടിയർ വന്നിട്ടില്ല. ക്ലച്ച് പോലും റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ആകെ ബ്രേക്ക് പാഡ്, ടയർ,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റീപ്ലേസ് മെയിനായിട്ട് ചെയ്തത്. അല്ലാതെ നോർമൽ മെയിൻ കാര്യങ്ങളൊന്നും ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിന്റെ മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം നല്ലതാണ്, നല്ല മ്യൂസിക് സിസ്റ്റമാണ്. ഞാൻ പാട്ട് കേട്ട് ഞാൻ ഒരു സബ് വൂഫർ ഉള്ള ഫീലിംഗ് വരും ഇതിന് കേൾക്കുമ്പോഴത്തേക്ക്. കാരണം സബ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ബേസ് ഈ ഇതിന്റെ മ്യൂസിക് സിസ്റ്റം നമുക്ക് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ് മ്യൂസിക് സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഈ മാർക്കറ്റ് സെക്കൻഡ് മാർക്കറ്റിലാണെങ്കിൽ ഈ വണ്ടി നല്ല റേറ്റിലൊക്കെ കിട്ടും. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർത്താണ്, ഒരു നഷ്ടവും ഇല്ല ഈ വണ്ടി എടുത്തതിനെ കുറിച്ച്. കാരണം അധികം മോഡൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പോലും വണ്ടിക്ക് ഞാൻ ഇപ്പോൾ ഇത്രയും വർഷം ഉപയോഗിച്ചു, ഒരു 10 വർഷത്തോളം ഉപയോഗിച്ചു, ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് എൻ്റെ റിവ്യൂവിൽ പറയുകയാണെങ്കിൽ വണ്ടിക്ക് സാരമായ മറ്റ് കംപ്ലൈന്റുകളൊന്നും വരത്തില്ല. നമുക്ക് മെയിൻ്റനൻസ് ഫ്രീ ആണ്, വലിയ കുഴപ്പമില്ല, കൊണ്ടുനടക്കാം, നല്ല മൈലേജ് കിട്ടും. പിന്നെ സൈസ് ശകലം ഒതുങ്ങിയ വണ്ടിയാണ്, നമുക്ക് ബ്ലോക്കിൽ കൂടെ ഒക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിനകത്ത് സേഫ്റ്റിക്ക് ABS ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സെക്കൻഡ് ഒരാൾക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റേഞ്ചിൽ 3 ലക്ഷം റേഞ്ചിലൊക്കെ മാർക്കറ്റ് അവൈലബിൾ ആണ്, ധൈര്യമായിട്ട് എടുക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ റീസെയിൽ വാല്യൂ ഈ കുറവാണ്. ആ ഒരു കുഴപ്പം മാത്രമേ ഈ ടാറ്റയുടെ വണ്ടി കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും പോസിറ്റീവായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു.